ഹേ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേരാണ് കേട്ടോ ഈ സ്ഥാപനം. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല, നമ്മുടെ അമ്മാമ്മയെ കാണാനായിട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഇവിടെ കൊള്ളാം കാത്തുവിൻ്റെ ബാഗും അടിച്ചു മാറ്റി ഇവള് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. ഇനി ആകാശമായിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഇനി അമ്മാമ്മയെ കണ്ടിട്ട് തന്നെ കാര്യമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. കുറേ നാളായി, കുറച്ച് ദിവസമായി അമ്മേനെ കണ്ടിട്ട്. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് അമ്മാമ്മയുടെ എന്താ, ഇതാണ് അമ്മാമ്മ കേട്ടോ. അമ്മാമ്മയ്ക്ക് കണ്ട ഒട്ടും വയ്യ. ഈ തൊണ്ടയിലാണ് കേട്ടോ പണി വന്നിരുന്നു. ഇപ്പൊ ചോറൊക്കെ കഴിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്, ട്യൂബ് ഇട്ടൊക്കെയാണ് കേട്ടോ. അതിട്ട് കാര്യമൊന്നുമില്ല, വയ്യാതെയൊക്കെ ആയാൽ പോയി, വയ്യാതെ ആവുകയെ ചെയ്യുന്നു എന്ന് വേണം പറയാം. ഹേ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേരാണ് കേട്ടോ. ഈ സ്ഥാപനം ആരാണ് നടത്തുന്നതെന്ന് ഒന്നും അറിയില്ല, എങ്കിലും ഈ തത്വ എന്ന് പറയുന്ന ഒരു കമ്പനി, അതായത് ഒരു സ്ഥാപനം, ആ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാര്യം ഈ ക്യാൻസർ പേഷ്യൻസിന് ഒരുപാട് സഹായങ്ങളാണ് ഈ സ്ഥാപനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഒരു വണ്ടിയുണ്ട് അവിടെ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട്. അവിടെ കൊണ്ടാക്കി ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ കൊണ്ടുവരും. അതിന് ശേഷം പിന്നെ ഇവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അമ്മ പറയും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കിട്ടൂല, അത് മതി, എൻ്റെ ആവശ്യമില്ല. കാര്യം എന്താ നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കരിക്ക് വേണമെന്ന് പറഞ്ഞാൽ കരിക്ക് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. പിന്നെ ആപ്പിൾ ഫ്രൂട്ട്സ് അവർ ചോദിക്കുമ്പോൾ ഇന്ന് കണ്ടിട്ട് വേണമെന്നാണ് ഞാൻ അവർ 1 കിലോ ആപ്പിൾ ഇത് കൊണ്ടുപോകും. മതി, നമുക്ക് ഒന്നുമില്ലാത്തവർക്ക് അത് പോരെ, ഏറ്റവും നല്ലതല്ലേ. പിന്നെ എല്ലാത്തിനും ഒന്നിനും നല്ല മുളക് ഇതിനകത്ത് വന്ന് വരെ സർവ്വതും അവർ തന്നെ ഒന്ന് നോക്കിക്കോളും. പിന്നെ കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി, ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ്, പിന്നെ കുറുക്കൽ വേണമെങ്കിൽ അങ്ങനെ, ഓട്സ് വേണമെങ്കിൽ അങ്ങനെ. ഇപ്പം ഇല്ല മേടിച്ച് വെച്ചേക്കുന്ന ഒരു പൊടിയുണ്ടല്ലേ, നമ്മൾ ഈ പാല് കലക്കി കുടിക്കുന്ന പൊടിയാണ്, ആ പൊടിയൊക്കെ ഇവിടെ ഫ്രീ. അവർ പാല് വെച്ചാൽ പിന്നെ മുട്ട അതിനകത്ത് തട്ടി ഒഴിച്ച് അടിച്ച് പുഴുങ്ങി തന്നെ. ഇപ്പം അമ്മാമ്മയ്ക്ക് ഇറങ്ങത്തില്ലല്ലേ, ഇതുവഴിയല്ലേ ഓസ് വഴിയല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അത് നല്ല ഇതാണ്. പിന്നെ ഇത് പറഞ്ഞിട്ട് പാവങ്ങൾക്കൊക്കെ ഇതൊക്കെ കിട്ടിയ വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു, ഈ സ്ഥാപനം നടത്തുന്ന ആരാണെന്നൊന്നും അറിയില്ല, എന്തായാലും വലിയൊരു കാര്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏരിയ തന്നെ ഉണ്ടല്ലേ അമ്മ. ഇതിൻ്റെ ബാക്കിലോട്ട് 5 ഏക്കർ ഇവിടെ പശു, അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ മീൻ വളർത്തുന്നത് ഇവിടെയാണ്. മീൻകുളമാണ് ഈ ഇവിടെ വളർത്തുന്ന മീനിനെ മാത്രമേ ഇവിടെ വളർത്തുന്ന നാടൻ കോഴിയെ മാത്രമേ ഒരു കൂട്ടാൻ വെളിയിൽ ഒരു. പിന്നെ ഇതച്ച അങ്ങനെ എന്തെങ്കിലും വരും, എല്ലാ മലക്കറിയും മുളക് പച്ചവളവും എല്ലാം, ചേമ്പ് ചേന എല്ലാം അവിച്ച് കൊണ്ട് നമുക്ക് വൈകിട്ട് കടി കൂടി എന്തെങ്കിലും പയറ്, പിന്നെ കിഴങ്ങ് പുഴുങ്ങിയത്, ചേമ്പ് അവിച്ചത്, ചേന അവിച്ചത്, ഈ അവിച്ച സാധനങ്ങളെ 4 മണിക്ക് ചായയായിട്ട്. ഉച്ചയ്ക്ക് ചോറ്, രാവിലെ എന്തെങ്കിലും കാപ്പി, അത് വേണമെന്ന് പറഞ്ഞാണ് തരുന്നത്. അല്ല ഇച്ചിരി കൊടുക്കുക, അങ്ങനെയല്ല. അമ്മ ആവശ്യത്തിനുള്ള സാധനം ഏതൊരു സാധനം ഇവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കേട്ടോ. പുള്ളി എന്തായാലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാര്യം നമ്മളൊക്കെ സാധാരണപ്പെട്ടവരാണ്. അപ്പം നമുക്ക് ഈ അതായത് തിരുവനന്തപുരത്ത് നിന്ന് കടയ്ക്ക വരെ ഒരു ദിവസം പോയി വന്ന് ചെയ്യാനുള്ള ഒരു സാമ്പത്തികമൊന്നുമില്ല. ഡെയിലി, അതായത് ഈ 1.5 മാസമാണ് കൊണ്ടുപോയാളാണ്. അപ്പോഴേക്ക് തന്നെ വയ്യാതെയും ആ ഒരു പേഷ്യൻറ്റിന്, അല്ലേലേ വയ്യ, ട്യൂബൊക്കെ ഇട്ടേക്കാണ് അമ്മാമ്മ.
അപ്പം ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരു വണ്ടി ഉണ്ട്, അവിടെ പോയി അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളെ ഇവിടെ തന്നെ ഉണ്ടാക്കുക. ഈ സ്ഥാപനം എന്തായാലും ചെയ്യുന്ന ഒരാൾ വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഒരുപാട് പേഷ്യൻസ് എല്ലാം വന്ന് കഴിഞ്ഞിട്ട് പോണവരും ഉണ്ട്. അപ്പം പിന്നെ വരുന്നവർക്കും ഇവിടെ തന്നെയാണ് ചികിത്സയും കാര്യങ്ങളില്ല. കാര്യം ഇവിടെ ഡോക്ടർമാരെല്ലാം ഉണ്ട്, നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കാം. രാത്രി ആയാലും എന്തെങ്കിലും രാവിലെ വന്നവർ കാര്യങ്ങൾ ചെക്കപ്പൊക്കെ എടുത്തിട്ട് പോകും. BP യോ ഷുഗറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. കാര്യം ഒരാൾക്ക് വയ്യാതെ വരുന്ന ഒരു പേഷ്യൻറ്റിന് ഇതൊക്കെ ചെയ്ത് ചികിത്സിക്കാനുള്ള ഒരു മനസ്സ് ആ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് എന്നെനിക്ക് തോന്നി. കാര്യം എൻ്റെ അമ്മാമിക്ക് കഴിയാഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. കാര്യം അത്രയും ബഡ്ജറ്റ് കൊടുത്ത് വന്നും പോയി ചെയ്താൽ തന്നെ അത്രയും ശരീരത്തിന് അത്ര സുഖം കാണൂല ഈ ഒരു പേഷ്യൻറ്റിന്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണപ്പെട്ടവനാണ്. പിന്നെ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ. കാര്യം എത്രയും പേഷ്യൻസ് ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാൻ പോലും പറ്റാതെ അവർ കൊണ്ട് നടന്ന് ലാസ്റ്റ് അവർക്ക് അയാൾ നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു വേദന ഉണ്ടല്ലോ, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജായിട്ട് ഇട്ടേക്കാം, കമൻറ്റിൽ ഒരു മെസ്സേജായിട്ട് ഇട്ടേക്കാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക കേട്ടോ. കാര്യം ആർക്കെങ്കിലും ഒരു ഉപകാരം വരട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ്. കാര്യം ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നും എനിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മാമ്മ അങ്ങനെ കിടക്കുമ്പോൾ എനിക്കതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കളയാതെ അവർ മാക്സിമം രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ട്. കാര്യം അവരെ കൊണ്ട് മാക്സിമം പൈസ കൊണ്ട് എത്തിപ്പെടണമെന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. ഞാനും ഒരു സാധാരണക്കാരനാണ്, ഞാൻ ഒരു കൂലിക്കാരനാണ്, കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല. എനിക്കെന്നല്ല മിക്ക ആളുകൾക്കും ഒന്നും കാണൂല. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു അസുഖം വന്നു പോയാൽ നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റൂല ഇന്നത്തെ സാമ്പത്തിക നിലവാരം വെച്ച്. കാര്യം നമ്മളെല്ലാം ഒരു സാധാരണ പണിക്ക് പോയാൽ നമുക്ക് കൂടിപ്പോയത് 1000-1200 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റൂല. അതിൻ്റെ ഇടയിൽ അസുഖങ്ങളൊക്കെ വന്നു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കേസ്. ചെയ്താൽ തന്നെ എന്തിനടുത്ത് എല്ലാം കടവും വാങ്ങിച്ചായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ കടം മേടിക്കും. അല്ലാതെ എന്തിനു ചെയ്യും? നമ്മൾ സാധാരണപ്പെട്ടവരായി പോയി, അല്ലെങ്കിൽ വല്ല പണക്കാരായിരിക്കണം. പണക്കാരായാലും അസുഖം വന്നാൽ കഴിഞ്ഞു, ചികിത്സിക്കാമെന്നേ ഉള്ളൂ. രക്ഷപ്പെടുന്നതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഒരു വീഡിയോ ആണോയെന്ന് ചോദിച്ചാൽ ഇതൊന്നൊരു വീഡിയോ ആണ്. കാര്യം ഒരാളെ ലൈഫ് ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നൊരു മാർഗം ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ പറ്റിയ രക്ഷപ്പെടൂലേ. അതൊരു വ്ളോഗാണോയെന്ന് ചോദിച്ചാൽ വ്ളോഗാണ്. എങ്കിൽ ഒരു നല്ലൊരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നി. ഈ സ്ഥലം അത്യാവശ്യത്തിന് ഉള്ള ഏരിയയാണ്, പക്ഷേ ഇവിടെ എല്ലാ സ്പെസിഫിക്കേഷൻസും ഉണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്ന ഫുഡാണ് അവർ തരുന്നത്. കാര്യം അത് ഇവിടെ ഉള്ള, അതായത് ഇവിടെ തന്നെയാണ് എല്ലാം, മൃഗങ്ങളായാലും ഇപ്പം കഴിക്കാനുള്ള എല്ലാം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പുള്ളിക്കാരൻ എന്തായാലും റിച്ച് ആയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനി പൈസ ഉള്ളതിനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ആ പൈസ ഉണ്ടായിട്ട് ഈ പൈസ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗവും കൂടെ നടത്തുന്നുണ്ട് ആ പൈസയിൽ. പുള്ളി ആ ഒരു നല്ല പ്രവൃത്തി, ഈ ഒരു നല്ല പ്രവൃത്തി ഒരിക്കലും ആരെ കൊണ്ടും ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നൊന്നുമല്ല, ചെയ്യുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതെനിക്ക് ആരെ കൊണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു പൈസയ്ക്ക് മൂല്യമുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ പുള്ളിക്ക് ആ ഒരു വലിയ മനസ്സ് ദൈവം കൊടുത്തൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ദൈവം അയാളെ ഇനിയും ഉയർച്ചയിലേക്ക് കൊണ്ടുപോട്ടെ, ഞാൻ അതേ പറയുന്നുള്ളൂ. കാര്യം ഉയർച്ച ഉണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആവുള്ളൂ. കാര്യം നമുക്ക് എന്തെങ്കിലും സഹായം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലൊരു ആരോഗ്യ സ്ഥിതി കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അല്ല എന്ത് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് പറയണമെന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അത് ഞാൻ പറയുന്നത്. കാര്യം പണ്ടത്തെ കണക്കൊന്നുമില്ല, ഞാൻ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല. പൊതുവെ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണോ എന്തോ
വീട്ടിൽ ആളില്ലാത്തതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. അമ്മ ഒരു മാസം ആവാറായി വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പം ഞാൻ അമ്മേനെ അനുവിനെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അനു വീഡിയോ എടുക്കാത്ത നമുക്ക് ഒന്ന് അമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നാറില്ല. നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ചിന്താഗതി വരത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ പൊതുവെ ഫാമിലി ബാച്ചാണ്. കാര്യം എനിക്ക് ഫാമിലി ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെ നമ്മളെ അമ്മമാരാകുമ്പോൾ ഇണക്കങ്ങളൊക്കെ കാണുമല്ലോ പൊതുവെ. അതൊക്കെ ഇതിലുണ്ട്. ഓക്കെ. കുറവില്ല. ഹേ ഗായ്സ്, അമ്മ കാര്യമായിട്ട് ആടുന്നു ഗൈസ്. ഒരു രക്ഷയില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല. കാര്യം നമ്മൾ അവിടെ ആളുണ്ട്. പേഷ്യൻസിന് ജസ്റ്റ് ഒരു പെട്ടെന്ന് അലാറം അടിക്കാനുള്ള സെറ്റപ്പ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അലാറം അടി അപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് മൂവ്മെൻ്റ് ആക്കാം. തൊട്ടടുത്താണ്, വേണ്ട ഇതല്ലേ, അതുകൊണ്ട് തൊട്ടടുത്താണ്. കാര്യം എന്നാൽ ഇത് ആസ്വദിക്കുകയും ചെയ്യാം കേട്ടോ. കാര്യം ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക്, അതായത് പേഷ്യൻറ്റും പിന്നെ ഒരാളും കൂടെ ആയിരിക്കും കൂടെ വരുന്നത്. അപ്പോൾ അവർക്കൊരു ബോഡി മാറ്റാനൊക്കെ ഈ ഒരു ചെറിയൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ തത്വമസി എന്ന് തന്നെ പറയാനുള്ളൂ. സൂപ്പറാണ് മക്കളെ, ഇതിനകത്ത് കയറാൻ സൂപ്പറാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ രോഗികൾക്കൊക്കെ വയ്യെങ്കിലേ നമ്മൾ എങ്ങനെയാ വെച്ചാൽ സിസ്റ്റർമാരൊക്കെ എപ്പോഴും എന്തൊരു കാര്യത്തിന് ചെന്ന് പറഞ്ഞാൽ അപ്പോഴും വരെ എടുക്കുകയൊക്കെ ചെയ്യും. അതാണ് എൻ്റെ സെറ്റപ്പ്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ കെട്ടിയിട്ടേക്കുന്നത് ആരായാലും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അല്ലേ. പേരൊന്നും പറയത്തൊന്നുമില്ല അല്ലേ? നമ്മള് പേരെന്തെന്ന് വെച്ചാൽ പേരൊന്നും അവര് പറഞ്ഞു. അല്ല പറഞ്ഞായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു. എന്തോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നോ. അങ്ങോട്ട് പോകുമ്പോൾ നോക്കണേക്കളെ എവിടെയാണ് എഴുതി വെച്ചേക്കാണ് പേര്. ആ പുള്ളിയുടെ പേര് ഇതിന്റെ ഓണറെ പേരാണ് തന്നത്. ഓണറെ പേര് എവിടെ? പക്ഷെ എന്തായാലും തത്വ ഒരു സ്ഥാപനമാണ് ചെരുപ്പ് പോയി പോട്ടെ. കൊള്ളാല്ല സൗണ്ടുകളൊക്കെ കേൾക്കുന്നു കേസ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അമ്മയെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു മാസം താഴോട്ട് കയറിയിട്ട് പിന്നെ മേലോട്ട് ഇറങ്ങുമ്പോ ഒരു മാസമായി അമ്മയെ ശരിക്കും പറയാല്ലേ. ഒരു മാസം അടുപ്പിച്ചായി കേസ്. ഇന്നാണ് അമ്മയെ കാണുന്നത്. ചെറുതായിട്ടെങ്കിലും അമ്മയോടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകണ്ടേ, ഇല്ലെങ്കിൽ അമ്മയ്ക്കൊരു വിഷമമല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ താഴോട്ട് പോയിട്ട് എല്ലാ ജോലിയായിരുന്നോ? വീട്ടിൽ പോകും. അവൻ തന്നെ ഇതിന് മരുന്ന് കൊടുക്കുന്നത്. പിന്നെ ഇത് എന്തുവാ വണ്ടിയിലൂടെ കൊണ്ട് ഉറക്കുമായിരിക്കും.
കൊച്ചുകൂടെ വന്നാൽ ഹേ ഗൈസ് നമ്മൾ അപ്പം ഇവിടെ നിന്ന് തിരികെയാണ് അപ്പോൾ ഇനി വെള്ളിയാഴ്ച വരെ ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച കൂടെ കഴിയുമ്പോൾ കഴിയും. പിന്നെ അടുത്ത കാര്യങ്ങളൊന്നും അറിയില്ല. അതും കൂടെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വീട്ടിൽ വരണം. അമ്മ മടുത്ത് ഗൈസ്. അപ്പോൾ ഒരു മാസത്തേക്ക് 1.5 മാസം 1.5 മാസം ഗൈസ് വീടെത്തിയിട്ട് ശരിക്കും ശരിയാണ്. വാ പോണേ. വയ്യടെ ആർക്കും വയ്യ. ഫോണ് കഴിച്ചു. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി പോകണം വീട്ടിൽ. ഓക്കെ അപ്പം ശരി ഗൈസ്.